ഒന്ന് ഒരുങ്ങി ഇറങ്ങൂ ചേച്ചി. ഞാൻ വരുന്നില്ല എന്ന്. ഞാൻ പിന്നെ എങ്ങനെ ഇതും കൊണ്ട് ഒറ്റയ്ക്ക് ആസിറ്റടെ പോണോ? പോയാലെന്താ, ആരെങ്കിലും പിടിച്ചു തിന്നുവോ? എനിക്ക് വയ്യ ഒറ്റയ്ക്ക് പോവാൻ. ചേച്ചിക്ക് എന്തോന്ന് കൂടെ വന്നാല്? ഇപ്പൊ മനസ്സില്ല. ഒന്ന് പോ കുട്ടി, ശല്യപ്പെടുത്താതെ. ഭാമേ, ഭാമ ഒന്നിങ്ങ് വന്നേ. നല്ല അലയൻസാ. ഇതുവരെ ഒന്നും ഒക്കാതെ കിടന്നിട്ട് ഇപ്പൊ ഇത് 10-ൽ 8 പൊരുത്തമുണ്ട് ജാതകത്തിൽ. പിന്നെ അവര് കാശൊട്ട് ചോദിക്കുന്നുമില്ല. പയ്യൻ MBA-കാരനാ. 16,000 രൂപ ശമ്പളമുണ്ട്. എനിക്കിപ്പോഴൊന്നും കല്യാണം ആലോചിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതായിരുന്നല്ലോ. പിന്നെ ഇപ്പൊ ഉടനെ. ഇപ്പോഴല്ലാതെ പിന്നെ നീ എപ്പോഴാ കല്യാണം കഴിക്കുന്നത്? ഒരു ഡിഗ്രി വേണമായിരുന്നു, അതിപ്പോ കിട്ടും. ഏതായാലും വലിയ റാങ്ക് ഡിസ്റ്റിങ്ഷൻ ഒന്നും വാങ്ങിക്കാൻ പോകുന്നില്ലല്ലോ. എന്നെങ്ങനെ അറിയാം? കാര്യം പറയുമ്പോ ഒരുമാതിരി തട്ടുത്തരം പറയല്ല വേണ്ടത്. ഞങ്ങൾക്ക് നിന്നെ പ്രതി കുറച്ച് ചുമതലകളൊക്കെ ഉണ്ട്. പ്രാക്ടിക്കലായിട്ട് ജീവിതം കാണുന്നവളാ ഞാൻ നോക്കിയിട്ട് നിനക്ക് വരാവുന്നതിൽ ഏറ്റവും ലക്കി ബന്ധമായിരിക്കും ഇത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ. എനിക്ക് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇനി കല്യാണം ആലോചിച്ചാൽ മതി. അവൾക്ക് സീരിയസ് ആയിട്ടൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ളതിലും അത് ആ മറ്റേ ചെക്കനുമായിട്ടാണെന്നുള്ളതിലും എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാനത് അന്നേ പറഞ്ഞതുമാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ അതങ്ങ് നടത്തണം. അതിലും തെറ്റൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ദേവനെ നിനക്കിഷ്ടമാണോ സീരിയസ് ആയിട്ട്? അതെ. അങ്ങനെയാണെങ്കിൽ അവനോട് പറ, അവന്റെ അച്ഛനെയോ ബന്ധുക്കളെയോ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരാൻ. അതോ ഇനി അത് ഞാൻ തന്നെ പറയണോ? വേണ്ട, ഞാൻ പറഞ്ഞോളാം. എന്ന് പറയും? ദേവൻ സ്ഥലത്തില്ല, വന്നിട്ട് പറയാം. എവിടെ പോയി? അച്ഛൻ്റെ അടുത്ത് പോയിരിക്കുക. എവിടാ, നോർത്തിലാ? ആ. എന്നാ വരുന്നത്? അറിയില്ല, ഉടനെ വരും.
മുത്തശ്ശിക്ക് ഇനിയിപ്പോ നീ ദീപുവിനെ തന്നെ കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല. ഇവനിപ്പോ എന്താ ഒരു കുറവ്? തറവാടിന് തറവാട്, ജാതിക്ക് ജാതി, പഠിപ്പിന് പഠിപ്പ്. നീ നിനക്ക് ഇഷ്ടപ്പെട്ടവന് കല്യാണം കഴിച്ചാൽ മതി. ഇനിയിപ്പോ നാളെ ദീപു അല്ല ദേവനായാലും മുത്തശ്ശിയുടെ സ്വർണം മുഴുവൻ നിനക്ക. ചിത്രരഥന്റെ കൊട്ടാരത്തിലെ അറകളിലായിരുന്നു ശിക്ഷ. 7 പകലും 7 രാത്രിയും നീണ്ടുനിന്ന കൊടും പീഡനങ്ങൾക്ക് ശേഷം അവരെനിക്ക് ശബ്ദം തിരിച്ചു തന്നു. ഒരു വ്യവസ്ഥയിൽ, എൻ്റെ ഈ ശബ്ദം നിന്നോട് സംസാരിക്കാൻ പാടില്ല. അയ്യോ, പക്ഷേ നിന്നോട് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ശബ്ദം എന്തിന്? അപ്പോ നമ്മൾ ഈ കാണുന്നോണ്ട് വീണ്ടും ശിക്ഷ ഉണ്ടാവുമോ? അവിടെ അറിഞ്ഞാൽ ഇനി ശിക്ഷ വന്നാൽ അത് വരുന്നത് ദേവേന്ദ്രന്റെ കൊട്ടാരത്തിൽ നിന്നായിരിക്കും. എന്തിനായിരുന്നു ശിക്ഷകൾ? എന്ത് തെറ്റിന്? തെറ്റുകൾ തെറ്റുകൾ അവർ പറയുമ്പോൾ എല്ലാം തെറ്റുകളാണ്. സ്വർഗത്തെ സംബന്ധിച്ച സത്യങ്ങൾ അറിയേണ്ടവനായ ഗന്ധർവൻ മനുഷ്യനാകാൻ മോഹിച്ചു, മരണം കാംക്ഷിച്ചു. ആദ്യ ദർശനത്തിൽ തന്നെ അവളുടെ കന്യകാത്വം ചോർത്തിയെടുത്ത് അവളെ ദാസിയും പരിചാരികയും ഇരയും അടിമയും ആക്കാതെ ഇരുന്നത് ഗന്ധർവന്റെ തെറ്റ്. നിശാസഞ്ചാരിയായി അടിമയ്ക്ക് മാത്രം ദൃശ്യനായി അന്തരീക്ഷത്തിൽ തെന്നി നടക്കേണ്ട ഗന്ധർവൻ അവളുടെ കൽപ്പനപ്രകാരം സൂര്യ സാന്നിധ്യമുള്ള പകലുകളിലേക്ക് ഇറങ്ങി വന്ന് മറ്റ് സാധാരണ മനുഷ്യർക്കും കൂടി ദൃശ്യനാകാൻ തുനിഞ്ഞത് തെറ്റ്. അവരുടെ കർണങ്ങൾക്ക് അമൃതാകാൻ തീരുമാനിച്ചത് ധിക്കാരം. അടിമയുടെ അടിമയായി മാറിയ ഗന്ധർവൻ അവളുടെ ഇച്ഛയ്ക്ക് തോടിയെത്താൻ വേണ്ടി വിധിപ്രകാരം മാരടത്തിൽ അണിഞ്ഞു നടക്കേണ്ട രുദ്രാക്ഷം എന്ന ഈ അപൂർവ രത്നത്തെ അവൾക്ക് സമ്മാനിച്ചത് അഹങ്കാരം. അങ്ങനെ അങ്ങനെ ഓരോ തെറ്റിനും ഉണ്ടായിരുന്നു ശിക്ഷകൾ. മനസ്സും ശരീരവും മുറിക്കുന്ന ശിക്ഷകൾ. ശിക്ഷയിലൂടെ പ്രായശ്ചിത്തം തന്ന് എന്നെ വീണ്ടും ഭൂമിയിൽ സ്വതന്ത്രനാക്കിയിരിക്കുകയാണ്. ഒരിക്കലും നിന്നെ കാണാനോ നിന്നെക്കുറിച്ച് ഓർക്കാനോ പാടില്ലെന്ന ഉഗ്രശാസനയോടെ. കണ്ടുവെന്നറിഞ്ഞാൽ? അറിയില്ല. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചാണ് ഞാൻ നിന്റെ അടുത്തെത്തിയത്. പ്രകൃതിയുടെ ചാരന്മാർക്ക് എന്നെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 2 പകലും
2 രാത്രിയും നിന്നെ കാണാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയായിരുന്നു. ചാരന്മാരുടെ കണ്ണു വെട്ടിക്കാൻ ഇന്നേ കഴിഞ്ഞുള്ളൂ. ഈ രാത്രി അവരുടെ കണ്ണിൽ പെടാതെ ഇരുന്നാൽ, ഈ ചന്ദ്രൻ അസ്തമിക്കും വരെ നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞാൽ ഞാനവരെ ജയിച്ചു. എനിക്ക് പിന്നെ മനുഷ്യനാകാം. കെണിയുടെയും ചതിയുടെയും ക്രൂരതയുടെയും ലോകത്തോട് വിട പറയാം. സിദ്ധിയുടെയും ശാപത്തിന്റെയും ശൽക്കങ്ങൾ ഈ രാത്രി കൊണ്ട് കൊഴിച്ചു കളയാം. നാളെ മുതൽ നിന്റേതാകാം. ദേവലോകത്തിന്റെ
സൂര്യനിലെ അഗ്നിയുടെ മൂർത്തിമദ്ഭാവമായ ഗന്ധർവ, നീ വീണ്ടും കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. നിസ്സാരയായ ഭൂമിയുടെ സത്തയാകാനുള്ള അധമമോഹം ഉപേക്ഷിക്കാത്തതിന് നിനക്കുള്ള ശിക്ഷകളുടെ ആരംഭമായിരിക്കുന്നു. ആരാണിത്? നിന്നെ ചൂഴ്ന്നു നിൽക്കുന്ന കൊടിയ വിപത്തുകളെപ്പറ്റി നിനക്ക് മുന്നറിയിപ്പ് തരാൻ വേണ്ടി എത്തിയവൻ ത്രികാലജ്ഞനായ ഞാൻ. എന്റെ പിതാവും മാതാവുമായ ബ്രഹ്മദേവന്റെ സാന്നിധ്യം ഞാൻ അറിയുന്നു. നിനക്ക് തെറ്റിയിട്ടില്ല മകനെ. വാശി തീർക്കും പോലെ ഗന്ധർവന്റെ പാപങ്ങളുടെ പട്ടിക പെരുകിക്കൊണ്ടിരിക്കുന്നു. എന്തു പാപങ്ങൾ? ചിന്താശേഷിയിൽ വിഷം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന നിന്നോട് തർക്കിക്കാൻ മകനെ ഞാൻ അളന്നു. നീ നിന്റെ വരും വിധി അറിയുക. സൂര്യസ്പർശമുള്ള പകലുകളിൽ ഇനി നീയില്ല. പകലുകൾ നിന്നിൽ നിന്ന് ചോർത്തിക്കളഞ്ഞിരിക്കുന്നു. ചന്ദ്രസ്പർശമുള്ള രാത്രികൾ. നിനക്കിനി ആകെയുള്ളത് ഇന്നത്തെ ഈ രാത്രി മാത്രം. ഇന്നത്തെ രാത്രി, രാത്രിയുടെ 17ാമത്തെ കാറ്റ് വീശാൻ തുടങ്ങുമ്പോൾ നീ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാണ്. ഒരിക്കലും തിരിച്ചു വരവില്ലാത്ത യാത്ര. ഒന്നിനും നിന്നെ തിരികെ വിളിക്കാനാവില്ല. നീ സമ്മാനിച്ച രുദ്രാക്ഷം ഈ നിമിഷം മുതൽ അവളുടെ കഴുത്തിൽ ശക്തിഹീനമായ വെളുത്ത മണൽക്കട്ട. മഹാതാമിശ്ര നരകത്തിലെ വിഷശൂലങ്ങളും സർപ്പങ്ങളും ചോര വഴക്കുന്ന തറയും ഗന്ധർവന് വേണ്ടി ദാഹിച്ചു നിൽക്കുന്നു. ഒരു പോം വഴി, ഒരേ ഒരു പോം വഴി ത്രികാലജ്ഞനായ നിന്റെ പിതാവ് നിന്നെ അറിയിക്കുന്നു. നിന്റെ പാതിയാകാൻ വെമ്പി നിൽക്കുന്ന ഈ ഭൂമികന്യകയുടെ ഉള്ളിൽ നിന്ന് നിന്റെ ഓർമ്മയും നിന്റെ ഉള്ളിൽ നിന്ന് അവളുടെ ഓർമ്മയും മായ്ച്ചു കളഞ്ഞിട്ട് ഭൂമിയും സ്വർഗവും തമ്മിലുള്ള ബന്ധം അറുത്തിട്ട് ഇവിടെ നിന്ന് യാത്ര ആരംഭിച്ചാൽ നിന്റെ ശിക്ഷകളുടെ കാഠിന്യം കുറഞ്ഞു കിട്ടും. ഭൂമി ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഇവിടെ പങ്കിലയാക്കി തള്ളിയില്ലെങ്കിൽ മനുഷ്യനോ ഗന്ധർവനോ അല്ലാത്ത ദുർഗന്ധം വമിക്കുന്ന വികൃത ജീവിയായി കോടികൽപ്പങ്ങൾ നിനക്ക് കഴിയേണ്ടി വരും. സാരമില്ല ഛാ, എനിക്ക് ഓർമ്മ മതി. ഒന്നുകൂടി ഓർക്കുക, നീ ഇവളോടൊപ്പം ചെലവിടുന്ന ഓരോ നിമിഷത്തിനുമൊപ്പം ശാശ്മല നരകത്തിൽ ഇരുമ്പുകൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കിയ ചുട്ടുകഴിപ്പിച്ച സ്ത്രീരൂപങ്ങളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ അവശേഷിപ്പിച്ച ഓർമ്മയ്ക്ക് വിലയായി അവയെയെല്ലാം നീ ആലിംഗനം ചെയ്യേണ്ടി വരും. അവയോടൊപ്പം രാത്രികൾ ശയിക്കേണ്ടി വരും. ഈ രാത്രി തീരാറാകുന്നു. നിനക്ക് പിൻവാങ്ങാനുള്ള നേരം അടുക്കുന്നു. ഓർത്തോളൂ, ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കാൻ എന്റെ പുത്രന് ഇനി കുറച്ച് നാഴികകൾ മാത്രം. കരയരുത്. വേർപാട് എന്നായാലും ഉണ്ട് എല്ലാവർക്കും. നമുക്കിപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് പോകാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ വലിയ സമാധാനം.
പുക മാഞ്ഞു തുടങ്ങുന്നു. പുലരാൻ ഇനി എത്രയുണ്ട്? ഒരുപാടുണ്ട്. ഈ നിൽക്കുന്ന ഓരോ നിമിഷവും അവിടെ പഴിപ്പിച്ച സ്ത്രീ പ്രതിമകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതാണോ? ഉണ്ടാവട്ടെ. നിന്റെ ഓർമ്മ എൻ്റെ ഒപ്പമുണ്ടെങ്കിൽ എനിക്ക് ഭയമില്ല. പുൽകുന്ന ഓരോ തീപ്രതിമയെയും ഞാൻ നീയാക്കി മാറ്റും. എനിക്ക് പൊള്ളില്ല. പക്ഷേ എനിക്ക് പൊള്ളും. എന്റെ പകലുകളിൽ ശിക്ഷയുടെ ചാട്ടയടികൾ മുഴങ്ങി കേട്ടോണ്ടിരിക്കും. അത് കേൾക്കാൻ പാടില്ല. അങ്ങ് ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതും നിസ്സാരയായി ഞാൻ കാരണം. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. ഈ ഓർമ്മ എനിക്കും വിലപ്പെട്ടതാണ്. ഇതിനപ്പുറത്ത് ഭൂമിയിൽ ഒരു പെണ്ണിന് ഒന്നും കിട്ടാനില്ല. ഇതും കൊണ്ട് മരിക്കാൻ ആഗ്രഹിക്കുന്നവളാണ് ഞാനും. പക്ഷെ അതിന്റെ പേരിൽ അങ്ങ് ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അത് ഞാൻ സമ്മതിക്കുകയില്ല. ഭൂമിയും സ്വർഗവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഈ കണ്ണി അറ്റുപോയിക്കോട്ടെ. പക്ഷെ സദാ തീയും പുകയും വമിക്കുന്ന ഒരു ഓർമ്മയായി എന്നിൽ അവശേഷിക്കാൻ ഞാൻ അനുവദിക്കില്ല. വേർപാടിന്റെ ഈ രാത്രി കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ഉണരുന്ന നാളത്തെ പുലരിയിൽ എന്നെ വേട്ടയാടാൻ പോകുന്ന ഏറ്റവും വലിയ പീഡനം എന്റെ കന്യാത്വമാണെന്ന് ഞാൻ അറിയുന്നു. എനിക്കത് ആവശ്യമില്ല. നരകങ്ങളുടെയും ശിക്ഷകളുടെയും കാഠിന്യം കുറയുമെങ്കിൽ അടിമയും പരിചാരികയും ദാസിയും പേറുന്ന ഓർമ്മയറ്റ മനസ്സ് എനിക്കും തരും.
രാത്രിയുടെ 17ാമത്തെ കാറ്റ്.